Hi, good morning everybody. Okay, in last class we discussed something related to public facilities. Okay, on the basis of we understood there is a scarcity of water, especially in Chennai. Today we want to discuss another topic, water supply to Chennai. Is it available to all? What is our next topic? Water supply to Chennai. Water supply to Chennai, is it available to all? അല്ലേ എല്ലാവർക്കും ഇത് അവൈലബിൾ ആണോ എന്നുള്ളത്. While there is no doubt that public facilities should be made available to all, in reality we see that there is a great shortage of such facilities. നമുക്കറിയാം പബ്ലിക് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ there is existed a big problem. What is that? Shortage of water. In the rest of this chapter, we will read about the provision of water, which as we have seen is a public facility of great importance. ഈ ചാപ്റ്ററിൻ്റെ റെസ്റ്റിംഗ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഫെസിലിറ്റിയിൽ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് വാട്ടർ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ സപ്ലൈ ഇൻ ചെന്നൈ as we saw at the beginning of chapter is marked by shortages അല്ലേ ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട് വാട്ടർ സപ്ലൈ ഇൻ ചെന്നൈ ആസ് വി സോ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ചാപ്റ്റർ ഈസ് മാർക്ക്ഡ് ബൈ ഷോർട്ടേജസ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെങ്കിൽ ആ പിക്ചറിലൂടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ഷോർട്ടേജ് ഓഫ് വാട്ടർ. മുനിസിപ്പൽ സപ്ലൈ മീറ്റ്സ് ഓൺലി അബൌട്ട് ഹാഫ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സിറ്റി ഓൺ ആൻ ആവറേജ് അല്ലേ സിറ്റി പീപ്പിളിൻ്റെ ഹാഫ് ദ നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാനേ മുനിസിപ്പൽ വാട്ടർ ഹെൽപ്ഫുൾ ആവുന്നുള്ളൂ. ദെൻ there are areas which get water more regularly than others. കൂടുതലായിട്ട് വെള്ളം ലഭിക്കുന്നത് മറ്റുള്ള സോഴ്സസിൽ നിന്ന്. Those areas that are close to the storage points get more water, whereas the colonies further away receive less water. നമുക്ക് മനസ്സിലായി ആർക്കാണ് കൂടുതലായിട്ട് അല്ലെ റെഗുലറായിട്ട് വെള്ളം ലഭിക്കുന്നത് എന്ന് മനസ്സിലായി. ഈ സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ അല്ലെ വാട്ടർ ടാങ്കിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ അവൈലബിൾ ആകുന്ന ആ ഏരിയയിലുള്ളവർക്ക് അല്ലെ നിയറസ്റ്റ് പ്ലേസിലുള്ളവർക്കാണ് വളരെ പെട്ടെന്ന് തന്നെ അത് ലഭിക്കുന്നത്. ദൂരം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കുറയുന്നുണ്ട്. ദ ബർഡൻ ഓഫ് ഷോർട്ട് ഫാൾസ് ഇൻ വാട്ടർ സപ്ലൈ ഫാൾസ് മോസ്റ്റ്ലി ഓൺ ദ പുവർ. പ്രത്യേകിച്ച് ഇത് അഫക്റ്റ് ചെയ്യണത് പാവപ്പെട്ട ആളുകളെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The middle class, when faced with water shortages, are able to cope through a variety of private means such as digging borewell, buying water from tankers and using bottled water for drinking. റിച്ച് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പബ്ലിക് വാട്ടർ ഫെസിലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദേ ഡിപ്പെൻഡ് അപ്പോൺ ദി അതർ സോഴ്സസ് ഓഫ് വാട്ടർ അല്ലേ മറ്റുള്ള വാട്ടർ സോഴ്സസിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യുക. അതായത് പ്രൈവറ്റിന് അവരുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ബോർവെല് ഇതാക്കാം കുഴൽക്കിണർ സ്ഥാപിക്കാം അവിടെ. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഡിഗിങ് ബോർവെൽ, ബൈയിങ് വാട്ടർ ഫ്രം ടാങ്കേഴ്സ് അല്ലേ പ്രൈവറ്റ് വാട്ടർ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ കുടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽഡ് വാട്ടർ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള പല ഓപ്ഷനുകളും ഉണ്ട് പക്ഷേ അതിനൊക്കെ എന്താവശ്യമാണ് കയ്യിൽ പണം ആവശ്യമാണ്. അപ്പാർട്ട് ഫ്രം ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് ഓൾസോ അവൈലബിൾ ടു സം ആൻഡ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വൺ ക്യാൻ അഫോർഡ്. ഇനി നമുക്ക് എന്താ വേണ്ടത് സേഫ് ഡ്രിങ്കിങ് വാട്ടറാണ് അല്ലേ സുരക്ഷിതമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് സം ആൻഡ് ദിസ് ഡിപ്പെൻഡ് ഓൺ വാട്ട് വൺ ക്യാൻ അഫോർഡ്. നമ്മുടെ പോക്കറ്റിലുള്ള പണം കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയുന്നതായിരിക്കണം അല്ലേ ഓവറായിട്ട് അല്ലെങ്കിൽ ഹൈ എമൗണ്ട് അതിന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ. വൺസ് അഗെയിൻ ദ വെൽത്തി ഹാവ് മോർ ചോയ്സസ് താങ്ക്സ് ടു ദ booming market in bottled water and water purifiers. People who can afford it have safe drinking water, whereas the poor are again left out. Listen, once again the wealthy have more choices. ഒരിക്കൽ കൂടി പറയാണ് വെൽത്തി പേഴ്സണ് അല്ലെങ്കിൽ വെൽത്തി പീപ്പിളിന് മോർ ചോയ്സസ് ഉണ്ട്. അവർക്ക് ബോട്ടിൽഡ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാം, പ്രൈവറ്റ് വാട്ടർ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യാം, ബോർവെൽ വേണമെന്നുണ്ടെങ്കിൽ ഡിഗ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ചോയ്സസ് ഉണ്ട്. ബട്ട് ഹിയർ ഈസ് once the wealthy have more choices thanks to the booming market in bottled water and water purifiers. People who can afford it have safe drinking water, whereas the poor are again left out.
അപ്പോഴും എന്താണ്, ആരാണ് അവിടെ ലെഫ്റ്റ് ഔട്ട് ചെയ്യണം, അല്ലെ പുറന്തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നത് ആരാണ്? പുവർ പീപ്പിൾ. In reality, therefore, it seems that it is only people with money who have the right to water, a far cry from the goal of the universal access to sufficient and safe water. Listen, ഇപ്പോൾ ഇതിലൂടെ പറയാൻ പറ്റുന്നത് എന്താണ്? കയ്യിൽ പണമുള്ള ആളുകൾക്കാണെന്നെങ്കിൽ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഒന്നെങ്കിൽ പ്യൂരിഫയർ വയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽഡ് വാട്ടർ, സേഫ് വാട്ടറിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ അവർക്ക് കളക്ട് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് പുവർ പീപ്പിൾ ദേ again left out from this. Okay, then here one extract. Water taking water from farmers. The shortage of water has opened up the opportunity for private companies in a big way. Many private companies are providing water to cities by buying it from the places around the city. എന്താണ് ഈ വാട്ടറിൻ്റെ ഷോർട്ടേജ് വന്നത് പല പ്രൈവറ്റ് കമ്പനീസിനും അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുകയാണ്, ആ ഏരിയയിൽ വാട്ടർ സപ്ലൈ ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതിനെന്താണ്, നമുക്ക് പണം കൊടുത്തിട്ട് വേണം ആ വാട്ടർ വാങ്ങാനും. ഇൻ ചെന്നൈ, വാട്ടർ ഈസ് ടേക്കൺ ഫ്രം നിയർ ബൈ ടൗൺസ് ലൈക്ക് മാമന്തൂർ, പാലൂർ, ദെൻ കരിങ്കിഴി ആൻഡ് ഫ്രം വില്ലേജസ് ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി യൂസിങ് എ ഫ്ലീറ്റ് ഓവർ 13,000 water tankers. Every month, the water dealers pay farmers an advance for the right to exploit water resources on their land. എന്ത് ചെയ്യാണ്, അഡ്വാൻസ് കൊടുത്തിട്ട് അവരുടെ വില്ലേജിലുള്ളവരുടെ വെള്ളം മുഴുവൻ അവിടെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഭയങ്കര വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. ആര്? ഈ പ്രൈവറ്റ് കമ്പനീസ്. This is water taken away not just from agriculture but also from the drinking water supplies of the villages. Groundwater levels have dropped drastically in all these towns and villages as a result. അവരുടെ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന വെള്ളം മാത്രമല്ല, അവർക്ക് ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ വെള്ളം പോലും അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് സിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി കൃഷിക്ക് നാശം സംഭവിച്ചു, അവരുടെ ഡെയിലി യൂസിനുള്ള വെള്ളം ലഭിക്കുന്നില്ല, ഗ്രൗണ്ട് വാട്ടറിൻ്റെ വരെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻ സെർച്ച് ഓഫ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമുക്കിനി എന്താണ്, പകരക്കാരനെ കണ്ടെത്തണം അല്ലേ, വെള്ളത്തിൻ്റെ ഷോർട്ടേജൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി. ദ സിറ്റുവേഷൻ ഇൻ ചെന്നൈ ഇസ് നോട്ട് യുണീക്ക് അല്ലേ, ചെന്നൈയിലുള്ള കേസ് മാത്രമല്ല, സമാനതകളില്ലാത്തത് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലുള്ള കേസസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അല്ലെ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. A similar scenario of shortages and acute crisis during the summer month is common to other cities of India. ഇന്ത്യയിലെ മറ്റുള്ള സിറ്റീസിലും ഇതേ സിനേറിയോ തന്നെ അല്ലെ, ഈ സീനറി തന്നെ നമുക്ക് കാണാൻ പറ്റും. വിച്ച് സീനറി? ഷോർട്ടേജ് ഓഫ് വാട്ടർ. The shortage in municipal water is increasingly being filled by an expansion of the private companies who are selling water for profit. അല്ലേ, പ്രൈവറ്റ് കമ്പനീസിൻ്റെ വാട്ടർ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആരാണോ വാട്ടർ കളക്ട് ചെയ്യുന്നത്. ലെസൺ ഹിയർ, ദ ഷോർട്ടേജ് ഇൻ ദ മുനിസിപ്പൽ വാട്ടർ ഈസ് ഇൻക്രീസിംഗ്ലി ബീയിങ് ഫിൽഡ് ബൈ ആൻ എക്സ്പാൻഷൻ ഓഫ് ദ പ്രൈവറ്റ് കമ്പനീസ് ഹു ആർ സെല്ലിംഗ് വാട്ടർ ഫോർ പ്രോഫിറ്റ്. ശരിക്കും അവിടെ ഷോർട്ടേജ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീസിൻ്റെ എൻട്രൻസ് ആണ്. പ്രൈവറ്റ് കമ്പനീസ് എപ്പോഴും മാക്സിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ഓൾവേസ് വാണ്ട് ടു maximize their profit. They always try to maximize their profit. That's why here is a big problem, that is the entrance of private water distributors. Okay, the shortage in municipal water is increasingly being filled by an expansion of the private companies who are selling water for profit. അവർ എന്തിനു വേണ്ടിയിട്ടാണ് വാട്ടർ സെൽ ചെയ്യുന്നത്? ഫോർ പ്രോഫിറ്റ്. Also common are the great inequalities in water use. The supply of water per person in an urban area in India should be about 135 liters per day, that is about 7 buckets. A standard set by the Urban Water Commission. അല്ലേ, അർബൻ വാട്ടർ കമ്മീഷൻ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് യു അണ്ടർലൈൻ ദാറ്റ് ഈസ് 135. ഹിയർ we know that 135 liters per day, that is the 7 bucket അല്ലേ, ഒരാൾക്ക് 7 ബക്കറ്റ് വെള്ളം എന്നുള്ള ലെവലിൽ. Then whereas the people in slums have to make do with less than 20 liters a day per person. സ്ലം ഏരിയയിലുള്ള ചേരി പ്രദേശത്തുള്ള ഒരു പേഴ്സണ് 135 ലിറ്റർ വെള്ളം പറയുന്ന സ്ഥാനത്ത് 20 ലിറ്റർ വെള്ളം പോലും അല്ലേ. 20 liters a day per person, that means 1 bucket. People living in luxury hotels may consume as much 1,600 liters
That means 80 buckets of water per day. എന്നാൽ ലക്ഷറി ഹോട്ടലിലൊക്കെ ഒരു ദിവസം 80 ബക്കറ്റ് വെള്ളമൊക്കെയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് വെറും 1 ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ഒരു ദിവസം ഒരു ഫാമിലി അല്ലേ അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് യൂസ് ചെയ്യുന്നത് 1 ബക്കറ്റ് വാട്ടറാണ്. Then the shortage of municipal water is often taken as a sign of failure of the government. അപ്പോൾ മുനിസിപ്പൽ വാട്ടറിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളത്തിന് ഷോർട്ടേജ് ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് അത് കാണിക്കുന്നത്. Some people argue that since the government is unable to supply the amount of water that is needed and many of the municipal water departments are running at a loss, we should allow private companies to take over the task of water supply. നിങ്ങൾ അലൗ ചെയ്യുകയാണ് എന്താണ് പ്രൈവറ്റ് കമ്പനീസിനെ വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രൈവറ്റ് കമ്പനീസിനെ അലൗ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദം പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ പെർഫോം ബെറ്റർ അല്ലേ പറയുന്ന അനുസരിച്ചിട്ട് എന്താണ് പ്രൈവറ്റ് കമ്പനീസാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതായത് വാട്ടർ അവൈലബിലിറ്റിയുടെ കേസിൽ കൺസിഡർ ദ ഫോളോയിങ് ഫാക്ട്. ത്രൂ ഔട്ട് ദ വേൾഡ് വാട്ടർ സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് അല്ലേ ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ വാട്ടർ സപ്ലൈ എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് വെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. There are very few instances of the private water supply. വളരെ കുറഞ്ഞ ഇൻസ്റ്റൻസസിൽ അല്ലെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് പ്രൈവറ്റ് വാട്ടർ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. There are areas in the world where public water supply has achieved universal access. അല്ലേ പ്രൈവറ്റ് വാട്ടർ സപ്ലൈനേക്കാൾ എല്ലാവർക്കും ലഭിക്കുന്നത് പബ്ലിക് വാട്ടർ സപ്ലൈ ആണ്. In a few cases where the responsibility for water supply was handed over to private companies, there was a steep rise in the price of water, making it affordable many. Listen, in a few cases where the responsibility for water supply was handed over to private company, അല്ലേ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തിൽ നിന്ന് എല്ലാവർക്കും വാട്ടർ സപ്ലൈ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് പ്രൈവറ്റ് കമ്പനീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ലിസൺ there is a steep rise in the prices of water, making it unaffordable for many. പ്രൈവറ്റ് കമ്പനീസ് അതിന് ഉയർന്ന വില ഈടാക്കും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അല്ലെങ്കിൽ പണം നൽകി വാട്ടർ കളക്ട് ചെയ്യുക എന്നുള്ളത് അൺഅഫോർഡബിളായിട്ട് മാറും. അങ്ങനെ പല ആളുകൾക്കും വീണ്ടും ഇവിടെ ഷോർട്ടേജ് ഓഫ് വാട്ടർ പ്രോബ്ലമായി മാറും. Cities saw huge protest with a riot breaking out in places like Bolivia, forcing the government to take back the service from the private hands. അതുകൊണ്ട് തന്നെ പല സിറ്റികളിലൊക്കെ റൈറ്റുകളൊക്കെ അല്ലേ വിപ്ലവങ്ങളൊക്കെ അല്ലെ അതിനെതിരെ എല്ലാവരും പോരാടി. എസ്പെഷ്യലി പ്രൊട്ടസ്റ്റുകൾ അല്ലേ അതിനെ എതിർക്കുന്ന വാദികളുണ്ടായിരുന്നു. അവർ ഫോഴ്സിങ് ദ ഗവൺമെൻറ് ടു ടേക്ക് ബാക്ക് ദ സർവീസ് ഫ്രം ദ പ്രൈവറ്റ് ഹാൻഡ്. അവർ ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്തു പ്രൈവറ്റിൽ നിന്ന് ആ സർവീസ് ടേക്ക് ബാക്ക് ദ സർവീസ് ഫ്രം ദ പ്രൈവറ്റ് അല്ലേ പ്രൈവറ്റ് സ്വകാര്യ ഉടമസ്ഥകളിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനായിട്ട്. Within India, there are cases of success in government water department, though these are a few in number and limited to certain areas of their work. The water supply department in Mumbai raises enough money through water charges to cover its expenses on supplying water. Within India, there are cases of success in government water department. അല്ലേ ഇന്ത്യയിൽ ഗവൺമെൻറ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ സക്സസ് ആണ്. ത്രൂ ദർ ആർ ഫ്യൂ ഇൻ നമ്പർ ആൻഡ് ലിമിറ്റഡ് ഓഫ് സർട്ടൻ areas of their work. The water supply department in Mumbai raises enough money through water charges to cover its expenses on supplying water. In Hyderabad, a recent report shows that the department has increased coverage and improved performance in revenue collection. In Chennai, the department has taken several initiatives for harvesting rainwater to increase the level of groundwater. It has also used the services of the private companies for transporting and distributing water, but the government water supply department decides the rate for water tankers and gives them permission to operate. Hence, they are called on contract. Okay, listen. Within India, there are cases of success in government water department. അല്ലേ ഗവൺമെൻറ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ സക്സസ് ആയിട്ടുള്ള പല കേസസ് ഉണ്ട്. So, these are few in number and limited in certain areas of their work. Water supply department in Mumbai raises enough money through water charges to cover its expenses of supplying water. അല്ലേ സപ്ലൈയിങ് വാട്ടറിന് അവർ എക്സ്പെൻസസ് കവർ ചെയ്യുന്നതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള ചിലവ് ഇതാകുന്നതിന് വേണ്ടി അവരിൽ നിന്ന് കുറച്ച് പണം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
In Hyderabad, a recent report shows that the department has increased coverage and improved performance in revenue collection. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് വാട്ടർ സപ്ലൈ, അതിനനുസരിച്ച് റവന്യൂ കളക്ഷൻ, അതിൽ നിന്നുള്ള വരുമാനവും ഇംപ്രൂവ് ചെയ്തു. In Chennai, the department has taken several initiatives for harvesting rainwater to increase the level of government. ചെന്നൈയിൽ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ അല്ലേ, ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലേ, ജലവെള്ളം അതായത് മഴവെള്ളം ജലസംഭരണികളിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. It has also used the services of the private companies for transporting and distributing water, but the government water supply department decides the rate for water tankers and gives them permission to operate. പക്ഷേ പല പ്രൈവറ്റ് കമ്പനികളും വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു അതിനുള്ള എത്രമാത്രമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് അല്ലേ, മന്ത്ലി എക്സ്പെൻസായിട്ട് അല്ലെങ്കിൽ എത്ര രൂപയാണ് അവരിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഹെൻസ് ദേ ആർ കാൾഡ് ഓൺ കോൺട്രാക്റ്റ്. അതുകൊണ്ടാണ് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓൺ കോൺട്രാക്റ്റ്. ഓക്കെ, ഹിയർ ഈസ് വൺ എക്സ്ട്രാക്ട്, പേജ് നമ്പർ 114, പബ്ലിക് വാട്ടർ സപ്ലൈ ഇൻ ദ പോർട്ടോ അലെഗ്രെ. Okay, Porto Alegre is a city in Brazil. Though there are many poor people in the city, what is remarkable is that it has a far lower number of infant death as compared to most of other cities. മറ്റുള്ള സിറ്റീസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻഫാൻറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളുടെ മരണം ഒരുപാട് കൂടുതലാണ്, ചെറിയ കുട്ടികളുടെ, അതാണ് ഇൻഫാൻറ്റ്. The city's water department has achieved universal access to safe water, and this is the main reason behind the lower number of the infant death. Listen, there are many poor people. What is the remarkable is that it has a far lower number of infant death as compared to most of other cities. Okay, അവിടുത്തെ ഇൻഫാൻറ്റ് ഡെത്ത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് വളരെ കുറവായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗവൺമെൻറ് സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the average price of water is kept low and the poor are charged half the basic rate. എന്താണ് അതിന് പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ബേസിക് റേറ്റിൻ്റെ പകുതി നൽകിയാൽ മതി. ഇപ്പോൾ 100 രൂപയാണ് ബേസിക് റേറ്റ് എന്നുണ്ടെങ്കിൽ 50 രൂപ നൽകിയാൽ മതി പുവർ പീപ്പിൾ. ബാക്കി അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു വാട്ടർ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ആക്സെപ്റ്റബിളും ആണ്. Whatever profit the department make is used to improve the water supply. The working of the water department is transparent and people can have a direct say in deciding which project the department should take up. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, സുതാര്യമായിരുന്നു. അതായത് എന്തൊക്കെ ട്രാൻസാക്ഷൻസാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്ക് വാട്ടർ സപ്ലൈയുടെ ഡ്യൂട്ടി നൽകിയിട്ടുള്ളത്, എന്താണ് അവർ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, മന്ത്ലി ആയിട്ട് എത്രയാണ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. Through a process of public meeting, people hear that the managers have to say and also vote on their priority. അപ്പോൾ പബ്ലിക് മീറ്റിംഗ് വെച്ചിട്ട് മാനേജർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആരെയാണോ പ്രയോറിറ്റി അല്ലേ കൂടുതൽ താല്പര്യമായിട്ട് തോന്നുന്നത് അവരെ വോട്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻഡിങ് സാനിറ്റേഷൻ ഫെസിലിറ്റി അല്ലേ, ടോയ്ലറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 116. Latrines for us, they exclaimed in astonishment. We go and perform our functions out in the open. Latrines are for you big people. അല്ലേ, പണ്ട് കാലത്ത് എന്താണ് ലാട്രിനുകളൊന്നും ഉണ്ടായിരുന്നില്ല, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും, ഏറെ ഓപ്പൺ ഏരിയയിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബിസൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഈസ് എ മസ്റ്റ് ഇൻ പ്രിവെൻഷൻ ഓഫ് വാട്ടർ ബോൺ ഡിസീസസ്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതോടൊപ്പം തന്നെ ഗുഡായിട്ടുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്തെങ്കിലേ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ അല്ലെങ്കിൽ മോചനം നേടാനായിട്ട് സാധിക്കുള്ളൂ. However, the sanitation coverage in India is even lower than that of water. Official figures for 2001 show that 68% of the households in India have access to drinking water and about 36% have access to sanitation, that means toilet facility, within the premises of the residents. Once again, it is the poor both in the rural and urban areas who lack access to sanitation.
അല്ലേ? അപ്പം സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതർവൈസ് ഇറ്റ് ഈസ് അഫക്റ്റഡ് അവർ ഹെൽത്ത്. ദാറ്റ് മീൻസ് ഹിയർ ഈസ് മെനി വാട്ടർ ബോൺ ഡിസീസസ് അറൈസസ്. ഓക്കെ, ദെൻ SULAB, a non-government organization, NGO, shortly we can say NGO, non-governmental organization, has been working for 3 decades to address the problem of sanitation facing low caste. Especially the low caste, there is existed in this problem. Which problem? Lack of sanitation. Then it has constructed more than 7,500 public toilet blocks and 1.2 million private toilets, giving access to sanitation to 10 million people. The majority of the users of SULAB facilities are from the poor working class. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം SULAB. അതിൻ്റെ കീഴിൽ എന്താണ്, ഫ്രീ ആയിട്ട്, അല്ലേ, ടോയ്ലറ്റ് ഫെസിലിറ്റി, എസ്പെഷ്യലി ദ പുവർ സെക്ഷൻ ഓഫ് ദ പീപ്പിളിന് ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സാനിറ്റേഷൻ ഫെസിലിറ്റി. SULAB enters into contract with the municipalities or other local authorities to construct toilet block with the government fund. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് SULAB. Local authorities provide land and fund for setting up the services, whereas maintenance costs are sometimes financed through user charges. For example, ₹1 is charged for use of the latrine in the city. നമ്മൾ കണ്ടിട്ടില്ലേ, പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പുകളിൽ അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള പ്ലേസസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, സ്റ്റാർട്ടിങ്ങിലൊക്കെ ₹1 ആണ്, ഇപ്പോൾ ₹5 അല്ലെങ്കിൽ ₹10 അല്ലെങ്കിൽ ₹20 അത് അങ്ങനെയൊക്കെ ഈടാക്കും. കാരണം അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കളക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ എന്താണ്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്വീപ്പേഴ്സിനൊക്കെ അല്ലെങ്കിൽ ക്ലീനേഴ്സ് അവർ വെക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതർ അതിന് വേണ്ടിയിട്ട് പർപ്പസസിന് വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ എമൗണ്ട് കളക്ട് ചെയ്യാറുണ്ട്. ദെൻ next time you see the SULAB toilet, you might want to find out yourself how it functions. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാകും കോയിൻ ഇട്ടിട്ടുള്ളത്, അതാണ് ഒരിത് പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാറുണ്ട്, കോയിൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡോറ് ഓപ്പൺ ആയിട്ട് അങ്ങനെയുള്ളൊരു ഇതാണ് വരുന്നത്. നമ്മൾ കോയിൻ ബൂത്തിൽ കോയിൻ ഇട്ടിട്ട് ഫോൺ ചെയ്യാറില്ല, അതുപോലെ തന്നെയാണ് ഈ SULAB ടോയ്ലറ്റിൻ്റെ സ്പെഷ്യാലിറ്റി, അങ്ങനെയാണ്. പക്ഷേ അത് ഒരുപാടെണ്ണം ഫെയിലിയറായി എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അതാണ് SULAB ടോയ്ലറ്റിൻ്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ദ conclusion of this topic. Public facilities relate to our basic needs, and the Indian Constitution recognizes the right to water, health, education, etc. as being a part of right to life. Right to life in ഒരു പാർട്ടാണ് ഏത്, എഡ്യൂക്കേഷൻ, then water, health. Thus, one of the major roles of the government is to ensure adequate public facility for everyone. അല്ലേ, എല്ലാവർക്കും പബ്ലിക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് പ്രോഗ്രസ് ഓൺ ദിസ് ഫ്രണ്ട് ഹാസ് ബീൻ ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി. ഓക്കെ, ദർ ഈസ് എ ഷോർട്ടേജ് ഇൻ സപ്ലൈ ആൻഡ് ദർ ആർ ഇനീക്വാലിറ്റീസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അല്ലേ, ചിലപ്പോൾ എന്തായിരിക്കും വാട്ടറിൻ്റെ ഷോർട്ടേജസ് ഫീൽ ചെയ്യും അവിടെ, അല്ലെങ്കിൽ സപ്ലൈ ചിലപ്പം ഇനീക്വാലിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. കമ്പയർഡ് ടു ദ മെട്രോസ് ആൻഡ് ലാർജ് സിറ്റീസ്, ടൗൺസ് ആൻഡ് വില്ലേജസ് ആർ അണ്ടർ പ്രൊവൈഡഡ്. Compared to wealthy localities and poorer localities are underserviced. Handing over these facilities to private companies may not be the answer. Any solution needs to take account of the important fact to every citizen of the country as a right to these facilities, which should be provided to her or him in the equitable manner. അപ്പോൾ നമുക്ക് നോക്കാം, ടൗണിനെയും വില്ലേജിനെ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ ചില വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ തന്നെയാണ് മെട്രോ സിറ്റീസിനെ മറ്റുള്ള ഏരിയാസിനെ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ദെയർ ഓൾസോ സം ഡിഫറൻസസ്. പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയിൽ അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ ഇക്വിറ്റബിൾ മാനറിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കണം പബ്ലിക് ഫെസിലിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെൻറ് എല്ലാവർക്കും ഈക്വലായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് പബ്ലിക് ഫെസിലിറ്റി. ഓക്കെ, അവർ 9th chapter is completed. All of you should read your textbook very carefully and also want to study the important question answers from this topic. Thank you.